നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രുതി. ഒരുപാട് പേരെ അലട്ടുന്നതും എന്നാൽ പലപ്പോഴും ചികിത്സ തേടാതെ രഹസ്യമായി കൊണ്ടു നടക്കുന്ന ഒരു രോഗാവസ്ഥയാണ് യൂറിനറി ഇൻകോണ്ടിനൻസ്, അതായത് അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥ. ഇത് പ്രധാനമായും 4 വിധത്തിലാണുള്ളത്. ആദ്യത്തേതായിട്ടുള്ള ഏർജ് ഇൻകോണ്ടിനൻസ് അല്ലെങ്കിൽ ഓവർ ആക്റ്റീവ് ബ്ലാഡർ. ഈ കണ്ടീഷനിൽ പലപ്പോഴും രാത്രിയും പകലും മൂത്രം ഒഴിക്കാനുള്ള തോന്നൽ ഉണ്ടാവുകയും പലപ്പോഴും വാഷ്റൂമിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മൂത്രം ലീക്കായി പോവുകയും ചെയ്യുന്നു. ഇത് യൂറിനറി ബ്ലാഡറിലെ ഡെട്രൂസൽ മസിലിൻ്റെ അമിത പ്രവർത്തനം മൂലമാണ് ഉണ്ടാകുന്നത്. ഒബേസിറ്റി, അതുപോലെ ഡയബറ്റിസ്, ഓൾഡ് ഏജ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ ഈ അവസ്ഥയ്ക്ക് കാരണമാകാറുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതും പ്രധാനമായും സ്ത്രീകളെ ബാധിക്കുന്നതായിട്ടുള്ളതാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ്, അതായത് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ എന്തെങ്കിലും വെയിറ്റ് എടുക്കുമ്പോഴോ മൂത്രം അറിയാതെ പോകുന്ന അവസ്ഥ. ഇത് നമ്മളുടെ പെൽവിക് ഫ്ലോർ മസിൽസിനെയും അതുപോലെ യൂറിനറി സ്പിങ്ക്ചേഴ്സിൻ്റെയും ബലമില്ലായ്മ കൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലേബർ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ, അതുപോലെ മൾട്ടിപ്പിൾ വജൈനൽ ഡെലിവറീസ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിലൊക്കെ ഈ കണ്ടീഷൻ കാണാറുണ്ട്. അതുപോലെ നമ്മൾ മെനപ്പോസൽ സ്റ്റേജിൽ ഈസ്ട്രോജൻ്റെ ഡെഫിഷ്യൻസി മൂലം ഈ ഒരു കണ്ടീഷൻ കാണാറുണ്ട്. മൂന്നാമത്തെ കണ്ടീഷനായ ഓവർഫ്ലോ ഇൻകോണ്ടിനൻസിൽ ചില കണ്ടീഷൻ ലൈക്ക് ഓൾഡ് ഏജ്, അതുപോലെ പ്രോസ്ട്രേറ്റ് എൻലാർജ്മെൻറ്റ് തുടങ്ങിയവ കാരണം നമ്മളുടെ ഈ യൂറിനറി ബ്ലാഡറിലെ മസിൽസ് വീക്ക് ആവുകയും അളവിൽ കൂടുതൽ മൂത്രം സംഭരിക്കപ്പെടുകയും അതുപോലെ നമുക്ക് മൂത്രം ഒഴിക്കാനുള്ള ആ ഒരു ഏർജ് ഉണ്ടാവാണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതുമൂലമായി യൂറിൻ ലീക്ക് ചെയ്ത് ഈ ഒരു കണ്ടീഷന് കാരണമാകുന്നുണ്ട്. നാലാമത്തത് ഫങ്ഷണൽ ഇൻകോണ്ടിനൻസ് ആണ്, അതായത് പാർക്കിൻസൺസ്, ഡിപ്രഷൻ തുടങ്ങിയിട്ടുള്ള കണ്ടീഷനാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമാകുന്നത്. ഇനി ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്ട്രെസ് ഉണ്ടാവും, അതുപോലെ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസിൻ്റെ കുറവുണ്ടാവും, ആങ്സൈറ്റിക്ക് കാരണമാകാറുണ്ട്. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നനവ് നിൽക്കുന്നതുകൊണ്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ പെൽവിക് ഫ്ലോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന കെഗൽസ് പോലുള്ള എക്സസൈസസ് ആണ് പ്രധാനമായും നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത്. ഇത് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് കൊണ്ടുള്ള യൂറിനറി ഇൻകോണ്ടിനൻസിനാണ് എഫക്റ്റീവായിട്ട് കാണുന്നത്. മറ്റ് കണ്ടീഷൻസിൽ അതിൻ്റെ കാരണങ്ങൾക്കുള്ള ചികിത്സ കൂടി നമ്മൾ ചെയ്യേണ്ടതാണ്. ആയുർവേദത്തിൽ നമ്മൾ യൂറിനറി ഇൻകോണ്ടിനൻസിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സകൾ ചെയ്യാറുണ്ട്. ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകളോടൊപ്പം അഭ്യംഗം, അതുപോലെ വിവിധ തരത്തിലുള്ള ലേപനങ്ങൾ, വസ്തി മുതലായിട്ടുള്ള ചികിത്സകളും ചെയ്യാറുണ്ട്.